ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പൊരിക്കൽ ചെയ്ത ഈ ഒരു വീഡിയോയുടെ ട്രാൻസിഷൻ്റെ ഇടയിലുള്ള ഈ ഒരു കളറിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ്. സോ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് മോഷൻ്റെ XML ഫയലിൽ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കളറിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷനിലൂടെ ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണാവുന്നതാണ്. സോ ഞാനിവിടെ അതിന് തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഷേപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് ആ കളറിങ് വേണ്ടത് സോ അവിടെ കൊണ്ടുപോയി വെക്കാം. ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കുന്നുണ്ട്. ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് അതേഴ്സിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് സ്പിൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വാല്യൂ നമുക്കൊരു 6.54 ആക്കി കൊടുക്കുക. എന്നിട്ടൊരു കീ ഫ്രെയിം ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം. നെക്സ്റ്റ് എൻഡിലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ RGB എന്ന് കാണും. ഇതിൽ നമുക്ക് RGB ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ കളേഴ്സ് കിട്ടും. സോ ഇവിടെ ജസ്റ്റ് ഞാൻ അവിടെ കാണിച്ചു തരാം. സോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കളറൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ഈ ഷേപ്പൊക്കെ കോപ്പി ചെയ്ത് അപ്പുറത്തെ കട്ട്സിലൊക്കെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ RGB ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് നിങ്ങളുടെ വീഡിയോയുടെ കട്ടിന് സ്യൂട്ടായിട്ടുള്ള ആ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.